നമസ്കാരം. മെയ് 15 മുതൽ ജ്യോതിഷത്തിൽ വളരെ പ്രത്യേകമായ ഒരു സമയമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. സൂര്യനും ബുധനും ഒരേ കാലയളവിൽ രാശി മാറുന്നതായ അപൂർവ സമയം. ഇവിടെ നമുക്കിതിനെ ഇരട്ട സംക്രമണം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതായത് സൂര്യനും ബുധനും ഒരേ കാലയളവിൽ തന്നെയാണ് ഇവിടെ രാശിമാറ്റം നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായി ചില രാശിക്കാർക്ക് വലിയ ഭാഗ്യവും തൊഴിലിൽ നേട്ടവും വന്നു ചേരും. അപ്പോൾ ഇവിടെ ഭാഗ്യം എന്നത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ മാറ്റമാണ് നിങ്ങൾക്ക് ഭാഗ്യമായിട്ട് ഇവിടെ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം അല്ലെങ്കിൽ ഈ ഗ്രഹമാറ്റങ്ങൾ നിമിത്തം വന്നു ചേരുന്നത്. അപ്പോൾ കർമ്മം കൊണ്ട് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുമെന്ന് സാരം. കർമ്മമില്ലാതെ അതായത് ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് പോലും ഉത്തമ ജോലി ലബ്ധി ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഈ ഒരു മാറ്റം കൂടുതലായി വന്നു ചേരാൻ പോകുന്നത് 4 രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർക്കായിരിക്കും. വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് 15-ാം തീയതി മുതൽ തുടങ്ങുന്നത്. അപ്പോൾ ആ രാശിക്കാരാരൊക്കെയാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്ന് നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ജ്യോതിഷത്തിൽ ഓരോ ഗ്രഹത്തിനും പ്രത്യേക ശക്തിയുണ്ട് എന്നതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. അതിൽ സൂര്യൻ്റെ കാര്യം പറയുമ്പോൾ ആത്മവിശ്വാസം, അധികാരം ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അധികാര പദവികൾ, കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട ഉയർച്ചകൾ ഒക്കെ ഈ ഒരു സമയം പ്രതീക്ഷിക്കാവുന്നത്. ഇനി ബുധൻ്റെ കാര്യവും പറയുമ്പോൾ ബുദ്ധിയുടെയും വ്യാപാരത്തിൻ്റെയും കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഗ്രഹം കൂടിയാണ് ബുധൻ. അപ്പോൾ നമുക്ക് എല്ലാവിധത്തിലുള്ള ആത്മവിശ്വാസം നൽകുന്ന സൂര്യനും ആശയവിനിമയ പാഠവം അല്ലെങ്കിൽ ബുദ്ധി വൈഭവം നിലനിർത്തി തരുന്ന ബുധനും കൂടിയാണ് ഇവിടെ സംഗമിക്കുമ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് 2 ഗ്രഹങ്ങൾ ഒരേ സമയത്താണ് ഇവിടെ സ്ഥാനമാറ്റം നടത്തുന്നത്. ഒരു വലിയ പ്രത്യേകത കൂടിയാണ്. അപ്പോൾ ചിലരുടെ ജീവിതത്തിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഇനി കാണാൻ സാധിക്കും. 15-ാം തീയതി മുതൽ തടസ്സപ്പെട്ട കാര്യങ്ങളൊക്കെ വേഗത്തിൽ മുന്നോട്ട് പോവുകയും തൊഴിൽ രംഗത്തൊരു മന്ദത അനുഭവപ്പെട്ട ആളുകൾ, അതായത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ജോലിയിൽ ശമ്പളം കിട്ടാതെ വരിക, അല്ലെങ്കിൽ അവിടെ ആകെ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഈ 4 രാശിയിൽപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മാർഗങ്ങൾ തുറക്കപ്പെടും, തടസ്സങ്ങൾ മാറിക്കിട്ടും, വരുമാന മാർഗങ്ങൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ വന്നു ചേരും. മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതായ ആശങ്കകൾ, ജോലി പോവുമോ അല്ലെങ്കിൽ വേറെ ജോലിയിലേക്ക് പോകണോ, ഇത് വേണ്ടായോ, അങ്ങനെയുള്ള ചിന്തകൾ അനുഭവിക്കുന്നവരും ഉണ്ടാവും. എടുത്തു ചാടി ജോലി കളയാമെന്നൊന്നും തീരുമാനിക്കേണ്ട. നല്ല മാറ്റമാണ് 15-ാം തീയതി മുതൽ വരാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ രാശി കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശി തന്നെയാണ്. അപ്പോൾ ഇടവം രാശിക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണ് 15-ാം തീയതി മുതൽ തുടങ്ങുന്നത്. മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന സാഹചര്യം വരും. ജോലി അന്വേഷിക്കുന്നവർക്ക് ഒരു ഉത്തമമായ അവസരം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതായ ചില ഓർഡറുകൾ, അതായത് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു വിളി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് ഇതുവരെ അങ്ങോട്ട് ആയിട്ടില്ല. പക്ഷേ അങ്ങനെ ഇരുന്നത് പോലും 15-ാം തീയതിക്ക് ശേഷം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതുപോലെ നിങ്ങൾക്ക് ഒരു അപ്പോയിൻമെൻ്റ് ലെറ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ജോലിയുമായി ബന്ധപ്പെട്ട ശുഭവാർത്തകളൊക്കെ ശ്രവിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിലും വലിയ ഒരു മാറ്റം, നേട്ടം ഇതൊക്കെ വന്നു ചേരും. സാമ്പത്തിക കാര്യങ്ങളിൽ വലിയൊരു ആശ്വാസം 15-ാം തീയതി മുതൽ ഉണ്ടാകും. കടബാധ്യതകൾ പൂർണ്ണമായി മാറുമെന്നല്ല, കുറയ്ക്കുവാനായിട്ടുള്ള വരുമാനം ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും. കുടുംബത്തിൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകും, സന്തോഷമുണ്ടാകും. സന്തോഷമായിരുന്നു ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാഹചര്യം ഭഗവാൻ ഇവിടെ നൽകും. കൂടാതെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. മറ്റേത് എന്ത് കണ്ടാലും പേടിച്ച് ഓടി ഒളിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഇരുന്ന നിങ്ങളാണെങ്കിൽ 15-ാം തീയതി മുതൽ എന്തിനെ നേരിടാനും വിജയക്കൊടി പാറിക്കാൻ എനിക്ക് കഴിയുമെന്ന ചിന്തയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സമയം വീട്ടിൽ മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും വെള്ളിയാഴ്ച ഒരു നെയ്ത്തിരി കത്തിക്കുന്നതും ഒരു ചെറിയ ശിരാതിൽ അല്പം നെയ്യ് ഒഴിച്ച് തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ്. പിന്നെ കൂടാതെ കുടുംബക്ഷേത്ര ദർശനം തീർച്ചയായും വേണം. അതും വെള്ളിയാഴ്ച പോകാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം. ഇനി 2ാമത്തെ രാശി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിയാണ്. ഈ ഒരു മഹാസംക്രമണം, ബഹുമാനം, അംഗീകാരം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. കഴിവുകളൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുക എന്നതാണ്. സ്വന്തം കഴിവുകൾ നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കാതെ വരുമ്പോഴാണ് ജീവിതത്തിലും പരാജയം ഉണ്ടാകുന്നത്. ഇവിടെ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് തന്നെ സൂര്യഭഗവാന്റെയും ബുദ്ധിയുടെ കാര്യത്വം വഹിക്കുന്ന ബുധൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് തെളിവായി കിട്ടുന്നതാണ്. ജോലി സ്ഥലത്തൊക്കെ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാകും. എത്ര പരിശ്രമിച്ചിട്ടും കിട്ടാതിരുന്നതായ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് പ്രാപ്തമായി വരുമെന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. സർക്കാർ കാര്യങ്ങളിലൊക്കെ അനുകൂലമായ തീരുമാനമുണ്ടാകും. പുതിയ ബന്ധങ്ങളൊക്കെ ജീവിതത്തിൽ വളരെയധികം ഗുണകരമായി വന്നു ചേരും. ഒരു ആത്മീയമായ ഉയർച്ചയൊക്കെ ഉണ്ടാകും. ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്താൻ
സാധിക്കും. മനസ്സിന് ക്ഷേത്രത്തിൽ പോകാം എന്നൊക്കെയുള്ള ചിന്ത, വഴിപാടുകളൊക്കെ കഴിക്കുക, അതുവഴി ഭാഗ്യം. ഇതുവരെ നമ്മൾ പറയാറുണ്ട് എന്ത് ചെയ്താലും അങ്ങോട്ടൊരു മാറ്റം വരുന്നില്ല, ക്ഷേത്രങ്ങളിലെല്ലാം പോയി മടുത്തിനി പോകുന്നില്ല എന്ന് പോലും വിചാരിച്ചിരുന്നവരുണ്ടാകും. പക്ഷേ 15-ാം തീയതി മുതൽ എല്ലാം ഒരു മാറ്റമുണ്ടാകും. ഞായറാഴ്ച ദിവസങ്ങളിൽ ഭഗവാൻ സൂര്യനെ ആരാധിക്കണം. സൂര്യനെ അർഘ്യം, അതായത് ജലം കൈക്കുമ്പിളിലെടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും നേട്ടവും ഉണ്ടാകുന്നതാണ്. ചിത്തിര, ചോതി, വിശാഖം തുലാം രാശിയുടെ കാര്യത്തിലേക്ക് വന്നാലും അനുകൂലമായ സമയമാണ്. മുൻപ് തടസ്സപ്പെട്ട പല കാര്യങ്ങളും ഇനി വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കും. ഒരു ബിസിനസ്സൊക്കെ തുടങ്ങണം എന്ന ഒരു ചിന്ത ഉള്ളവർക്കാണെങ്കിലും 15-ാം തീയതി മുതൽ അതിനൊക്കെയുള്ള നിക്ഷേപങ്ങളും അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സമയമാണ്. ലാഭമൊക്കെ ഉണ്ടാകും. യാത്രകൾ കൊണ്ട് ഗുണം ചെയ്യും. യാത്രകൾ വെറുതെ പോയിട്ട് കാര്യമില്ല, അത് ഗുണം ഉണ്ടാകണം. അതൊരു ക്ഷേത്ര ദർശനമാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബിസിനസ് മീറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സന്ദർശനത്തിന് പോവുകയാണെങ്കിലും പോകുന്ന കാര്യത്തിൽ നിന്ന് നമുക്ക് ഗുണമുണ്ടായാൽ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകും. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടും. അകന്നു നിന്നിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, പുറത്തേക്ക് പോയവരോ അല്ലെങ്കിൽ അകന്ന് നിന്നിരുന്ന ആളുകൾ അകൽച്ചയൊക്കെ മാറ്റി തിരികെ വരാനുള്ള സാഹചര്യം ഉണ്ടാകും. നിങ്ങളും വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. വീടിൻ്റെ വടക്ക് ഭാഗം കുബേരദിക്കാണ്, എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാനൊക്കെ ശ്രമിക്കണം. ഐശ്വര്യം വർദ്ധിക്കുന്നതിന് വടക്ക് ഭാഗത്തിന് വലിയൊരു സ്വാധീനമുണ്ട്. അവിടെ ചപ്പ് ചവറുകൾ അല്ലെങ്കിൽ അവിടെ തുപ്പി ഒഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇവിടെ നിന്ന് ഭാഗ്യം വരുമെന്ന് നിങ്ങൾ തന്നെ പറ. കുബേരദിക്കാണ്, അപ്പോൾ ആ വടക്ക് വശത്തിന് അതിൻ്റേതായ ഒരു പ്രാധാന്യമൊക്കെ കൊടുക്കുക. പിന്നെ വെള്ളിയാഴ്ചകളിൽ ദേവി ക്ഷേത്ര ദർശനം നടത്തുക. നിങ്ങൾ ഒരു ദിവസം, ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒന്നും വിളക്ക് കത്തിക്കാത്ത ഒരാളാണെന്ന് വെച്ചോ, ആ വീട്ടിലെ ഈ പറഞ്ഞ നക്ഷത്രക്കാരനാകാം, നക്ഷത്രക്കാരിയാകും. പക്ഷേ ബാക്കിയുള്ള ദിവസങ്ങളിൽ അമ്മ വിളക്ക് കത്തിക്കുമ്പോൾ അടുത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കുക പോലും ചെയ്യാത്തവരാണെങ്കിൽ പോലും വെള്ളിയാഴ്ച നിങ്ങൾ ഒരു ചിരാതിൽ അല്പം നെയ്യൊക്കെ ഒഴിച്ചൊന്ന് വിളക്ക് കത്തി പ്രാർത്ഥിച്ച് നോക്കൂ. നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാവിധ ആഗ്രഹങ്ങളും ലക്ഷ്മി ദേവി നിമിത്തം സാധ്യമാകും. കാരണം ഇവിടെ ഗ്രഹങ്ങൾ അനുകൂലമാണ്. ഗ്രഹങ്ങൾ അനുകൂലമല്ലാത്ത പക്ഷം നമ്മളിനി എന്തൊക്കെ ചെയ്താലും അതെല്ലാം കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെയുള്ള അവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ. ഇനി അടുത്ത രാശി മകരം രാശിയാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽ വരുന്നത്. മകരം രാശിക്കാർക്കും ഇതേപോലെ തന്നെ സാമ്പത്തികമായിട്ടൊരു വളർച്ചയൊക്കെ ഉണ്ടാകുന്ന വരുമാന മാർഗ്ഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നമ്മുടെ സാമ്പത്തിക മാർഗത്തിലാണ് വലിയൊരു നേട്ടം ഉണ്ടാകുന്നത്. ഒട്ടുമിക്ക ആളുകളും സമ്പത്തില്ലാത്തതിൻ്റെ മാനസിക ബുദ്ധിമുട്ടുകളും വിഷമങ്ങളുമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സമ്പത്ത് വന്നാൽ എല്ലാം ആയോ എന്ന് ചോദിച്ചാൽ ആയില്ല. പക്ഷേ ഒരു പരിധിവരെ എന്തെങ്കിലുമൊക്കെ ആക്കിയെടുക്കാൻ നമ്മുടെ കയ്യിൽ സമ്പത്താണ് അത്യാവശ്യമായി വേണ്ടത്. അപ്പോൾ തൊഴിൽ രംഗത്ത് ഒരു വലിയ ഉയർച്ചയൊക്കെ ഉണ്ടാകുകയും സ്ഥാനക്കയറ്റം ഉണ്ടാകുന്ന ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് 15-ാം തീയതി മുതൽ തുടങ്ങുന്നത്. നിലവിൽ സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ, അത് കുടുംബ സ്വത്താകാം, അതല്ലെങ്കിൽ വഴിയുമായി ബന്ധപ്പെട്ട അയൽക്കാരുമായിട്ടുള്ള എന്തെങ്കിലും വിഷയമായാലും സ്വത്തുവകകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു വിടുതലൊക്കെ ഉണ്ടാകുന്നതാണ്. വാഹനം മാറ്റി വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനും നല്ല സമയമാണ്. കഠിനാധ്വാനം ഫലം കാണുന്ന, പ്രാർത്ഥനകൾ ഫലം കാണുന്ന, നല്ല കർമ്മങ്ങൾ ചെയ്താൽ അതിന് ഉത്തമ ഫലം കിട്ടുന്നതായ ഒരു സമയമാണ്. ഇപ്പോൾ ചെയ്യേണ്ടത് ശനിയാഴ്ച ശനീശ്വര പ്രാർത്ഥനയാണ്. എള്ളെണ്ണ വിളക്ക് തെളിയിക്കുന്നതൊക്കെ അനുകൂലമായ ഫലം നൽകുന്നതാണ്. ഏത് കാര്യം ചെയ്താലും വിശ്വാസത്തോടു കൂടി ചെയ്യുക. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് അവസ്ഥയിൽ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മിക്കവാറും അത് നെഗറ്റീവായി പോകാനാണ് സാധ്യത. ചെയ്യുന്ന കാര്യം കൊണ്ട് എനിക്ക് ഗുണകരമായ മാറ്റം ഉണ്ടാകുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുന്ന ഏതൊരു കാര്യവും ഫലം കാണുമെന്നതിൽ സംശയം വേണ്ട. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അതുകൂടി ഒന്ന് പറഞ്ഞേക്കാം. ഈ തിടുക്കപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കരുത്. പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങുന്നതിനാണെങ്കിൽ എല്ലാം ആലോചിച്ച് തീരുമാനം എടുക്കാതെ എപ്പോഴും അങ്ങനെയാണ്. കോപവും വാക്ക് തർക്കവും ഒക്കെ കഴിവതും ഈ ഒരു സമയത്ത് ഒഴിവാക്കുക. ഭക്തിയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോകാനായിട്ട് ഈ സമയം ഉപയോഗിച്ചാൽ, പ്രാർത്ഥനകളും നല്ല ചിന്തകളും മനസ്സിലേക്ക് നിറയ്ക്കുവാൻ ശ്രമിച്ചാൽ പോസിറ്റീവ് ഊർജ്ജം, ഈ ഗ്രഹങ്ങളുടെ മാറ്റം അനുകൂലമായി തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ മെയ് 15 മുതലാണ് ഈ ഒരു മഹാസംക്രമണം ആരംഭിക്കുന്നത്. അപ്പോൾ ഇത് ജീവിതത്തിൽ പുതിയ വാതിലുകളൊക്കെ തുറക്കാനുള്ള സാധ്യത നിങ്ങൾക്ക് കൂടുതലായിട്ടുണ്ട് ഈ പറഞ്ഞ രാശിക്കാർക്ക്. അപ്പോൾ ഏവർക്കും ഭാഗ്യവും നേട്ടവും ഐശ്വര്യവും ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.